വർഷങ്ങളായി ഇവിടെ നിർജീവാവസ്ഥയിലായിരുന്ന പഞ്ചായത്തിന് ഏറെ വരുമാനം ലഭിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിൽക്കുന്നത്. പ്രസിഡന്റ് ജോമോൻ നമ്മളോട് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴഞ്ചേരി പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട ഒരു സ്ഥലമോ ഒരു കെട്ടിടവുമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ. ഏകദേശം 250 പേർക്ക് കൃത്യമായി ഇരിക്കാവുന്ന ഒരു ഹാളാണ്. നല്ലൊരു സ്റ്റേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും കൃത്യമായ പരിപാലനമില്ലാഞ്ഞ കാരണത്താൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക്, ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 24 ലക്ഷം രൂപ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രമായി ചിലവാക്കി. എങ്കിലും അതിനു വേണ്ട വരുമാനം തിരിച്ച് പഞ്ചായത്തിന് ലഭിക്കുന്നില്ല. അനാവശ്യമായ ഇടപെടലുകളും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടേതും പല സംഘടനകളിലും ഈ ഹാള് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 300 കസേര നേരത്തെ പഞ്ചായത്തിൻ്റേതുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു കസേര പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പഞ്ചായത്തിൽ. അതുമാത്രവുമല്ല, പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലെ ടോയ്ലറ്റ്, കൈ കഴുകുന്ന സ്ഥലം, അതിൻ്റെ ചുറ്റുപാട് എല്ലാം വൃത്തിഹീനമായി കിടക്കുന്നു. നമ്മൾ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞൊരു വർഷം ആകെ കിട്ടിയ വരുമാനം 12,000 രൂപ. കറണ്ട് ചാർജ് മാത്രം 35,000 രൂപ ആയി. മറ്റ് ക്ലീനിങ്, മെയിൻ്റനൻസ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് പരിപാലിച്ച് കൃത്യമായി കൊണ്ടുപോകാനാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്തപ്പോൾ LDFിൻ്റെ 3 മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഒരു സബ് കമ്മിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവരെ ഉൾപ്പെടുത്തി. എന്നാൽ ഇതിനെ 3 മെമ്പർമാർ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. അവർ പറയുന്ന സബ് കമ്മിറ്റിയുടെ ആവശ്യമില്ല, അങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കിടന്നാൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെ മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഇതിൽ നിന്ന് കൃത്യമായ ഒരു വരുമാനം പഞ്ചായത്തിനുണ്ടാകണം. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയോ സാംസ്കാരിക സംഘടനയോ വാടക കിട്ടുന്നില്ല. അതാണ് കഴിഞ്ഞ വർഷം 12,000 രൂപ ആയി മാറിപ്പോയത്. ഒരു വർഷത്തെ വരുമാനം ആകെ 12,000 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തണമെങ്കിൽ ഇതിന് സാമ്പത്തികം വേണം. ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സ് എടുത്ത് മറ്റുള്ള സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടെ വന്ന് പരിപാടി നടത്തി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ സർക്കാർ പരിപാടികളാണെങ്കിൽ പോലും ഇവിടെ നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും കറണ്ട് ചാർജ് അല്ലെ മറ്റ് ക്ലീനിങ് ചാർജ് ഉൾപ്പെടെ പഞ്ചായത്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ മറ്റ് സർക്കാർ സംഘടനകളാണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും സാംസ്കാരിക സംഘടന ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും കൃത്യമായ ഒരു റെന്റ് ഇതിന് തരണം. അത് മാത്രമല്ല, ആദ്യമേ ഒരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൽ നാശനഷ്ടം വരുത്തി വെക്കുന്നത് പിന്നീട് ആര് പരിപാലിക്കാനാണ്, ആര് നിർമ്മിക്കാനാണ്? ഇവിടെ ടാപ്പ് ഒടിച്ച് കളയുന്നു, ബാത്റൂം കേടാക്കി ഇടുന്നു, കസേരകൾ മോഷണം പോകുന്നു. 300 കസേര മോഷണം പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് കൃത്യമായി ഒരു നഷ്ടപരിഹാരം, കോഷൻ ഡിപ്പോസിറ്റ് മേടിച്ചാൽ മാത്രമേ പരിപാടി കഴിയുമ്പോൾ അത് തിരിച്ച് നമുക്ക് കൈകാര്യം ചെയ്ത് എടുക്കുവാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രൈവറ്റ് ഹോളുകളൊക്കെ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയോ 1.25 ലക്ഷം രൂപയോ അല്ലെ 50,000 രൂപയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പരിപാലനത്തിനുള്ള കൃത്യമായ തുക നമുക്ക് ലഭിക്കണം. എന്നും ജനങ്ങളുടെ ടാക്സ് എടുത്ത് മറ്റുള്ള സംഘടനകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിട്ട് ഇത് നടപ്പിലാക്കാൻ പോകുമ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരാളുടെയിൽ നമ്മൾ ഇതിൻ്റെ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുവാനും ഇതിൻ്റെ നഷ്ടങ്ങൾ വരുന്നതെന്ന് പരിശോധിക്കാനും ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ല, അത് വന്ന് കൃത്യമായിട്ട് ഇവിടെ പരിശോധിക്കുക. ഇപ്പം ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഒരു സെക്യൂരിറ്റിയെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനം സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അടിയന്തരമായിട്ട് തന്നെ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈയിടെയും കൂടെ സമയം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത ജനറൽ കമ്മിറ്റി വെച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് എന്തെങ്കിലും അതിന്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? ഇതിൻ്റെ അകത്ത് ഈ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിനെന്ന് പറയുന്ന ഈ സ്ഥലം ഇപ്പം മാലിന്യ പ്ലാന്റ് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സ്റ്റേഡിയം എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ MPയോടൊക്കെ ഇതിന് കോർട്ടൊക്കെ പണിയുന്ന കാര്യം, ടർഫ് ഉൾപ്പെടെ പണിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഫീസിബിലിറ്റി കിട്ടത്തില്ല, വെള്ളം കയറുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ചെറിയ തടസ്സത്തിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ കിഴക്കോട്ടുള്ള വസ്തു നിലം ഏറ്റെടുത്ത് അക്വയർ ചെയ്ത് അതിൻ്റെ ഫയൽ നമ്മൾ എടുത്തിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ചെറിയാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായി കളക്ടറെ കണ്ട്, അതിലിപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിലൂടെ തന്നെ പോവുകയാണ്. കണ്ടിട്ട് അതിൻ്റെ മുമ്പോട്ടുള്ള നിലം അക്വയർ ചെയ്തിട്ട് അവിടെ ഒരു കുട്ടികളുടെ പാർക്കും കളിസ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള വികസന പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നു.
ഈ വേനൽ കടുത്തതോടെ ശുദ്ധജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നടപടികൾ അവിടെ എടുത്തത്? അല്ലെ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടെ പോയി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു അങ്ങനെ വെള്ളത്തിനൊരു പ്രയാസം വരത്തില്ല. എന്നാൽ അന്ന് മുതലേ വലിയൊരു പ്രയാസം ഇപ്പം കോഴഞ്ചേരിയിൽ ഇല്ല. ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു വറവ് വരികയാണ്, വറവിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരണം, പിന്നെ പൈപ്പ് ലൈൻ പൊട്ടാതെയും അല്ലാതെ മറ്റ് പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഒരു പ്രയാസം വരത്തില്ല എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു ഉറപ്പ് തന്നിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തിനെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയാസം വരത്തില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള കോഴഞ്ചേരി പഞ്ചായത്തും പ്രസിഡന്റും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.